നമസ്കാരം. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടനെ. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം ആ മാലാക കുഞ്ഞുങ്ങൾ നിന്നെ താഴിറക്കും. ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരിൽ കെട്ടിപ്പൊക്കുന്ന ഒരു സാമ്രാജ്യവും നിലനിൽക്കില്ല. അത് ചരിത്രമാണ്. നിന്റെ PR സംഘം എത്ര PA സോപ്പിട്ട് നിന്നെ കുളിപ്പിച്ചെടുത്ത് അലക്കി വെളുപ്പിച്ചാലും നീ പിച്ചിച്ചിന്തിയ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ ഒരു തുള്ളി കണ്ണുനീരിൽ നീ എരിഞ്ഞടങ്ങും. വിടരു മുമ്പേ നീ ഇല്ലാതാക്കിയ കുഞ്ഞു നക്ഷത്രങ്ങൾ നിന്റെ പതനം നോക്കി ആകാശത്തു മിന്നിത്തെളിയുന്നുണ്ട്. നിന്നെയൊക്കെ പൊതുപ്രവർത്തകനെന്ന് വിളിക്കാനേ അറപ്പു തോന്നുന്നു രാഹുൽ മാങ്കൂട്ടനെ. നിന്നോടൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് കടക്കു പുറത്ത് എന്നല്ലാതെ എന്തു പറയാൻ. നിന്നെ ചേർത്തു പിടിക്കുന്ന സൈക്കോപാത്തുകൾക്ക് നടുവിൽ നിന്റെ ഓരോ അറസ്റ്റിലും സന്തോഷിക്കുന്ന പെൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് ആശ്വാസത്തോടെ അന്തിയുറങ്ങാൻ നീതിയുടെ കാവലാളായി ഇവിടെ ഒരു കേരള പോലീസ് ഉണ്ട്, ഇവിടെ ഒരു പിണറായി വിജയനുണ്ട്, ഇവിടെ ഒരു സർക്കാരുണ്ട്, ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ട്. പെൺകുട്ടികൾ തളരുമ്പോഴല്ല, അവർ ഉണരുമ്പോഴാണ് ലോകം മാറുന്നതെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇനിയൊരു പെണ്ണും കരയാതിരിക്കുവാൻ, ഇനിയൊരു വിരലും നീളാതിരിക്കുവാൻ നീതിതൻ കോയ്മ പടവാളെടുക്കണം, നരഭോജിതൻ ശിരസുകൾ നിലത്തു വീഴണം. വാർത്തയിലേക്ക്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. എന്താണല്ലേ, ഇവനെയൊക്കെ MLA എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരു മണ്ഡലത്തിലെ ജനങ്ങളുടെ വിധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അയ്യോ എന്തൊരവസ്ഥ എന്ന് പറയാതെ വയ്യ. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അതീവ രഹസ്യമായാണ് രാഹുലിനെ SIT കൂട്ടിയത്. ഒന്നോ രണ്ടോ കേസിലല്ല, മൂന്നാമത്തെ കേസിൽ. സ്ഥിരമൊരു കോഴിയാണ് ഇവൻ എന്ന് പറയാതെ വയ്യ. ഇന്നലെ ഉച്ച മുതൽ രാഹുൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ഒടുവിൽ അർദ്ധരാത്രിയിൽ 12:30 പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും ഈ കോഴിയെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ സമയത്ത് നീലട്രോളി ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പാലക്കാട്ടെ അതേ KPM റീജൻസിയിൽ നിന്ന് തന്നെയാണ് ഇത്തവണ പോലീസ് രാഹുൽ മാങ്കൂട്ടം MLA പിടികൂടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ദേഹോപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരായിട്ടുള്ള പരാതിയിലുള്ളത്. എന്നാൽ പത്തനംതിട്ട AR ക്യാമ്പിലെ ചോദ്യം ചെയ്യലിൽ രാഹുൽ എല്ലാം നിഷേധിച്ചു. അല്ലെങ്കിലും ഏത് കള്ളനാണല്ലേ താൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഏത് പെണ്ണുപിടിയാണല്ലേ താൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമ്മതിച്ചിട്ടുള്ളത്. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണത്രേ യുവതിയുമായി ഉണ്ടായിരുന്നതെന്നാണ് രാഹുൽ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചതെന്നാണ് മാധ്യമങ്ങളോട് അറിയാൻ സാധിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തിയത് ക്രൂരമായ ലൈംഗികാക്രമണമാണെന്ന മൊഴിയാണ് അതിജീവിത പോലീസിന് നൽകിയിരിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. രാഹുൽ യുവതിയെ ക്രൂരമായ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കുകയും മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തുവെന്ന് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. ശരീരത്തിൽ പലയിടത്തും മുറിവുണ്ടാക്കി. അതിജീവിതയുടെ മാതാപിതാക്കളെയും സഹോദരിയെയും അപായപ്പെടുത്തുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണി മുഴക്കുന്നു എന്നാണ് യുവതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത്. ഇവനൊക്കെയാണ് MLAയും പൊതുപ്രവർത്തകനും. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ രാഹുൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും അതിജീവിത മൊഴിയിൽ പറയുന്നുണ്ട്. വിവാഹം കഴിക്കാമെന്ന വ്യാജേനയാണ് താനുമായി ബന്ധത്തിലായതെന്നും ഒരു കുഞ്ഞുണ്ടായാൽ വിവാഹം വളരെ വേഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുവെന്നും പരാതിക്കാരി മൊഴി നൽകിയിട്ടുണ്ട്. നേരിൽ കാണാൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് റൂം ബുക്ക് ചെയ്യാൻ യുവതിയോട് ആവശ്യപ്പെട്ടുവെന്നും അതിൽ കാണാം. റൂമിലെത്തിയ രാഹുൽ സംസാരിക്കാൻ പോലും നിൽക്കാതെ ശാരീരികമായി കടന്നാക്രമിച്ചു എന്നാണ് അതിജീവിത പറയുന്നത്. അതിക്രൂരമായ പീഡനമാണ് നേരിട്ടതെന്നുമാണ് യുവതി മൊഴി നൽകിയത്. പത്തനംതിട്ട മജിസ്ട്രേറ്റ് ആണ് കേട്ടോ രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റുമെന്ന് അറിയാൻ സാധിക്കുന്നു. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയെന്ന വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഇന്ന് നമ്മൾ രാവിലെ കേട്ടത് അല്ലെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ DNA സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ടെന്ന വിവരം കൂടി പുറത്തു വരുന്നു. പൊട്ടൻസി മെഡിക്കൽ പരിശോധനയും നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്ത പുറത്തു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല, ഒരു പ്രിയ സുഹൃത്തുണ്ടല്ലോ, ഒരു ഫെനി നൈനാൻ, മൂപ്പരെ പറ്റിയുമൊക്കെ ഈ പരാതിയിൽ പരാമർശിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിജീവിതയുടെ മൊഴിയിൽ അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചൂരൽമലയിലെ ആവശ്യത്തിനായി ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ പറഞ്ഞിട്ട് ഫെനിയുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ അയച്ച് നൽകിയെന്നാണ് FIR-ൽ ഉള്ളത്. അതായത് ലക്കി ഡ്രോ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും കഴിയുന്ന രീതിയിൽ സമ്മർദ്ദം നടത്തി വിന്നറാകാൻ ഫെന്നി ഉപദേശിച്ചുവെന്ന യുവതിയുടെ മൊഴി FIR-ൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലിന്റെ കയ്യിൽ ആഹാരം കഴിക്കാൻ പോലും പണമില്ലെന്ന് ഫെനി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ അക്കൗണ്ടിലേക്ക് 10000 രൂപ അയച്ചു നൽകിയെന്നും ഈ യുവതി മൊഴിയിൽ പറയുന്നുണ്ട്. MLA ആയതിന് പിന്നാലെ പാലക്കാട്ട് ഫ്ളാറ്റ് വാങ്ങാമെന്നും ഒരുമിച്ച് താമസിക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതായാണ് യുവതിയുടെ മൊഴി. രാഹുലിന്റെ കയ്യിൽ
കാശില്ല എന്നും നിലവിൽ താമസിക്കുന്ന ഫ്ളാറ്റ് വാങ്ങാമെന്നും പറഞ്ഞെന്നാണ് യുവതിയുടെ മൊഴിയുള്ളത്. യുവതിയുടെ പേരിൽ ഫ്ളാറ്റ് വാങ്ങണമെന്ന് പറഞ്ഞെന്നും എല്ലാവരും അറിയില്ലെന്ന് ചോദിച്ചപ്പോൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ എന്നാണ് രാഹുൽ മറുപടി പറഞ്ഞതെന്നൊക്കെയാണ് യുവതിയുടെ മൊഴിയിൽ കാണാൻ സാധിക്കുന്നത്. ഫ്ളാറ്റിന്റെ പ്രപ്പോസൽ തനിക്ക് അയച്ചു തന്നു, 2 BHK പോരെ എന്നും 3 BHK വേണോ എന്നും ഒക്കെ ഞാൻ രാഹുലിനോട് ചോദിച്ചു എന്നും ഒക്കെ യുവതിയുടെ മൊഴിയിലുണ്ട്. പിന്നീട് ഫ്ളാറ്റിന്റെ GM-ന്റെ നമ്പർ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു തന്നെന്നും ആ നമ്പറിൽ വിളിച്ചു സംസാരിച്ചപ്പോൾ 1,14,00,000 രൂപ ഈ ഫ്ളാറ്റ് വാങ്ങാനാകുമെന്ന് പറഞ്ഞെന്നും യുവതി പറയുന്നുണ്ട്. അതോടെ ഫ്ളാറ്റ് വാങ്ങാനുള്ള നീക്കം ഉപേക്ഷിച്ചെന്നാണ് യുവതിയുടെ മൊഴിയിൽ കാണാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അതിജീവിതകൾക്കും പ്രശ്നങ്ങൾ പുറത്തു പറയാൻ കഴിയാത്തവർക്കും ധൈര്യം പകരുന്ന നടപടിയെന്നാണ് എന്തായാലും കോൺഗ്രസ് സഹയാത്രികയായിട്ടുള്ള MA ഷഹനാസ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ അറസ്റ്റ് രാഹുൽ അർഹിക്കുന്ന നിയമ നടപടിയാണെന്നും രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരുമെന്നുമൊക്കെയാണ് ഷഹനാസ് ഇന്ന് മാധ്യമങ്ങളിലൂടെ പറയുന്ന കാഴ്ച കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റിൽ പ്രതികരിക്കാനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അതായത് പറയാനല്ല, ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. അത് പാർട്ടി നേരത്തെ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ VD സതീശൻ പറയുന്നുണ്ട്. എന്താണ് ചെയ്തത്? ഈ വിഷമരത്തെ, ഈ ഞരമ്പനെ, ഈ സൈക്കോപാത്തിനെ വളർത്തിയത് ആരാണ്? സതീശനും സംഘവുമല്ലേ? 3.5 വർഷം മുമ്പ് സതീശന്റെ മുമ്പിൽ റിനി എന്ന് പറയുന്ന പെൺകുട്ടി ഇയാൾക്കെതിരെ പരാതി കൊടുത്തപ്പോൾ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന ആളുടെ പേരെന്താണ്? VD സതീശൻ എന്നാണ്. ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇന്നത് വലിയ മാധ്യമ വാർത്തയാകുന്നു. ഇയാളുടെ എല്ലാ പ്രശ്നങ്ങളും, ഇയാളുടെ മാനസിക വൈകൃതങ്ങൾ ജനങ്ങൾ കൈയോടെ പിടികൂടുമ്പോൾ കൈ കഴുകി ഞാൻ ഒരു വിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് VD സതീശൻ. അന്നൊരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര പെൺകുട്ടികളുടെ കണ്ണുനീർ തുടയ്ക്കാമായിരുന്നു. അന്ന് ഈ പരാതി കയ്യിൽ കിട്ടിയിട്ടു VD സതീശൻ എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവ് അയാൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം നൽകി. അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. എന്നിട്ട് വലിയ ഗീർവാണം അടിക്കുകയാണ് VD സതീശൻ. ഇനി റിനിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. എന്താണ് റിനി പറയുന്നത്? പെൺകുട്ടികൾക്കൊപ്പമാണ് കേരളത്തിന്റെ മനസാക്ഷി. ഇത് ഇവിടെ അവസാനിക്കുന്ന കേസല്ല, ഇനിയും അതിജീവിതകളുണ്ട്. പറയാണ് ഇനിയും അതിജീവിതകളുണ്ട് എന്ന് റിനി ഓർമ്മപ്പെടുത്തുകയാണ്. ഒത്തിരി ആളുകളുണ്ട്, ഇനിയും വരാനുണ്ട്. നമ്മൾ ഇതിനിടയിൽ കേട്ടല്ലോ, അതായത് ഒരു ട്രാൻസ് ജെൻഡർ ആയിട്ടുള്ള ഒരു വുമണിനെ റേപ്പ് ചെയ്യണമെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി തന്നെ രംഗത്തേക്ക് വന്നു അല്ലെ? അങ്ങനെ എത്ര ആളുകൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇതിനോടൊപ്പം തന്നെ തുറന്നു പറഞ്ഞു വന്നു. ഒരു പെൺകുട്ടിക്ക് വിവാഹ അഭ്യർത്ഥന നൽകി അവളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തിയതിന്റെ ഓഡിയോ പുറത്തു വന്നിട്ട് ആ ഓഡിയോ ക്ലിപ്പ് വ്യാജമാണെന്നോ അല്ലെങ്കിൽ ആ പുറത്തു വന്ന ശബ്ദം താങ്കളുടേതല്ല എന്ന് താങ്കൾ പറയുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒരക്ഷരം ഇണ്ടാത്തവരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനർത്ഥം എന്താണ്? എന്തായാലും ഈ ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുള്ള എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് റിനി പറയുന്നത്. അവർക്കുണ്ടായ പ്രശ്നങ്ങൾ പുറത്തു പറയണം, ധൈര്യത്തോടെ മുന്നോട്ട് വരണം. ഇനിയും മറഞ്ഞിരിക്കരുത്. ഓരോരുത്തരും നേരിട്ട പ്രശ്നങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ തുറന്നു കാട്ടാൻ സാധിക്കൂ. നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണമെന്നാണ് റിനി ആൻ ജോർജ് പറയുന്നത്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയാനൊക്കെ എല്ലാവർക്കും തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മാത്രം ഇത്രയധികം പെൺകുട്ടികൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വരുന്നത്? ഈ സർക്കാരിൽ അവർക്ക് വിശ്വാസമാണ്, നീതി ലഭ്യമാകുമെന്ന് അവർക്ക് ഉറപ്പാണ്. ദിലീപിന്റെ കേസിൽ പോലും കോടതി ഒരു വിധി പറഞ്ഞിട്ട് പോലും ആ വിധിക്കെതിരെ, ദിലീപിനെതിരെ അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി അപ്പീലിന് പോയൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അല്ലെ? സർക്കാരിന്റെ ഏറ്റവും ഉചിതമായ നടപടിയായാണ് രാഹുലിന്റെ അറസ്റ്റിനെ കാണുന്നതെന്ന് എഴുത്തുകാരി ഹണി ഭാസ്കരൻ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ അറസ്റ്റിലെന്ന സന്തോഷ വാർത്ത കേട്ടാണ് ഇന്ന് കണ്ണു തുറന്നത് എന്നാണ് ഹണി ഭാസ്കരൻ പറയുന്നത്. രാഹുൽ ഒരു സീരിയൽ റേപ്പിസ്റ്റ് സ്വഭാവമുള്ളയാളാണ്. റേപ്പുകളെല്ലാം ഒരേ പാറ്റേണിൽ ഉള്ളതാണ്. സ്ത്രീകളുടെ സാഹചര്യം ചൂഷണം ചെയ്യുന്നതായിരുന്നു പീഡനം. മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് രാഹുൽ ചെയ്തത്. രാഹുലിനെ മനുഷ്യനായി കാണാൻ പോലും കഴിയില്ല. രാഹുലിന്റെ ഇരകളെ ഓർത്ത് വേദന തോന്നുന്നുവെന്നാണ് ഹണി ഭാസ്കരൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഹണി ഭാസ്കരൻ എന്ന് പറയുന്ന ഈ ഇടത് സഹയാത്രികയും എഴുത്തുകാരിയും ഒക്കെ ആയിട്ടുള്ള ആ പെൺകുട്ടിക്ക് പോലും ഉണ്ടായ ദുരനുഭവം ഹണി ഭാസ്കരൻ തുറന്നു പറയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു വലിയ PR സംഘമുണ്ടല്ലോ, ഈ ഒരു വൃത്തികെട്ട അശ്ലീലത്തെ ആഘോഷമാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവർ ഈ ഹണി ഭാസ്കറിനെതിരെ നടത്തിയ സൈബർ ആക്രമണം നമ്മൾ കണ്ടില്ലേ? ഓരോ പെൺകുട്ടികളും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ ചേർത്തു പിടിക്കേണ്ടവർ വേട്ടക്കാരനൊപ്പം നിന്ന് കല്ലെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടുവല്ലേ? എന്തായാലും നന്നായി. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ തൊഴുത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ തെമ്മാടിത്തരങ്ങളും പുറത്തു വന്നിട്ടും അയാളെ ചുമക്കാൻ വേണ്ടി മനസ്സ് കാട്ടിയ ഒരു വലിയ വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ കേസിൽ അല്ലെ? അത്തരം ആളുകളും സമാനമായ മാനസിക വൈകൃതം ബാധിച്ച ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും പെണ്ണെ നീ തീയാവുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും, അത് ഇന്ന പാർട്ടിയിൽ നിന്നുമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആർക്കെന്ത് സംഭവിച്ചാലും, ഏത് പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായാലും തുറന്നു പറയാനും പോരാടാനും കഴിയണം. അതാകണം. അതായാൽ മാത്രമേ നീതി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ
നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ നീതി നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.